ഹലോ ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ ക്ലൗഡ് ജെറാഡറ്റ് പോയതിനു ശേഷം 6 കപ്പലുകളാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത്. അതിൽ മദർ വെസലുമുണ്ട്, ഫീഡർ വെസലുമുണ്ട്. MSC റോസ്, MSC അന്ന, MSC ഇവ, MSC ചവിഷി, AS സിസിലി, MSC ക്യാപ്റ്റൻ 3 എന്നീ 6 കപ്പലിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കപ്പൽ ഇപ്പോൾ ഏത് പോർട്ടിലുണ്ട്, വിഴിഞ്ഞം പോർട്ടിൽ വരുന്നത് ഏത് വഴിയാണ്, ഏത് സമയത്താണ് വിഴിഞ്ഞത്തെത്തുക, വിഴിഞ്ഞത്ത് വന്നതിന് ശേഷം ഏത് പോർട്ടിലേക്കാണ് കപ്പൽ വിഴിഞ്ഞത്ത് നിന്ന് തിരിച്ചു പോവുക എന്നീ ഡീറ്റെയിലാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായി നോക്കുന്നത് MSC ഇവയുടെ കറണ്ട് സ്റ്റാറ്റസ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇവ ഇപ്പോൾ എവിടെ എത്തിയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കേരള തീരത്തുള്ള കടലോര മേഖലയിൽ നിലവിൽ MSC ഇവ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം കണ്ണൂർ, കോഴിക്കോട്, വടകര ഈ ഭാഗത്തേക്ക് ഷിപ്പ് നിൽക്കുന്നത് കാണാൻ സാധിക്കും. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്കാണ് വരുന്നത്. നമുക്ക് ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ സ്പീഡ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് 9.5 നോട്ടിക് മൈൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 16/9/2024 2 PM ആണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് 13.9 മീറ്ററാണ്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 15/9/2024 12:19 PM ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത്. നമുക്ക് ഈ കപ്പലിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ IMO നമ്പർ 940130, ഫ്ലാഗ് പനാമ. അതുമാത്രമല്ല ഷിപ്പിൻ്റെ ഓവറാൾ ലെന്ത് 366.1, ബർത്ത് 51.2, മാക്സിമം ഡെപ്ത് 29.9, മാക്സിമം ഡ്രാഫ്റ്റ് ആവട്ടെ 17.5, മാക്സിമം സ്പീഡ് 24.1 നോട്ടിക് മൈൽ സ്പീഡ്, മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 10,000 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള കപ്പലാണ് MSC ഇവ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ നമ്മൾ ഈ കാണുന്ന പോലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിയോടുകൂടി പോർട്ടിനകത്തോട്ട് കയറും. ഫ്രണ്ട്സ്, MSC ഇവ ഇനി ഏത് പോർട്ടിൽ നിന്നാണ് വന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന അവസാനമായി കയറിയ പോർട്ട് JNPT മുംബൈ. ഇവിടെ നിന്നാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് നമ്മുടെ MSC ഇവ വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല MSC ഇവ JNPT നിന്നും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് 16-ാം തീയതി എത്തിയാലുടൻ അടുത്ത ഏത് പോർട്ടിലേക്കാണ് പോകുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഷെഡ്യൂൾ പ്രകാരം 17/9/2024 6 AM കൊളംബോ ഇൻ്റർനാഷണൽ സീ പോർട്ടിലേക്കാണ് നമ്മുടെ ഈ MSC ഇവ പോകുന്നത്. ഇതാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്ന MSC ഇവ എന്ന് പറയുന്ന ഒരു മദർഷിപ്പിൻ്റെ ഡീറ്റെയിൽ. നമുക്കിനി അടുത്ത ഷിപ്പിലേക്ക് പോകാം. അടുത്ത കപ്പലായ MSC റോസ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കറക്റ്റ് ഡീറ്റെയിലേക്ക് പോകാം. ഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ഇപ്പോൾ മലേഷ്യ, സിംഗപ്പൂർ പിന്നിട്ട് മലാക്ക കടലിടുക്കാണ് ഇപ്പോൾ ഷിപ്പുള്ളത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ആൻഡമാൻ നിക്കോബാർ സീൽ കയറിയ ശേഷം ബേ ഓഫ് ബംഗാളിലെത്തി നമ്മൾ ഈ കാണുന്ന ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിൻ്റെ അടുത്തുകൂടി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്കാണ് നമ്മുടെ ഈ കപ്പൽ MSC റോസ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് MSC റോസിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ സ്പീഡ് ആവട്ടെ 16.1 നോട്ടിക് മൈൽ സ്പീഡ് തന്നെ. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 19/9/2024 5:31 AM ആണ്. ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് ഇപ്പോൾ 14.2 മീറ്ററാണ്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 15/9/2024 1:30 PM ആണ്. നമുക്ക് ഇനി കൂടുതൽ ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ IMO നമ്പർ 9957-359, ഫ്ലാഗ് ലൈബീരിയ. അതുമാത്രമല്ല ഷിപ്പിൻ്റെ ഓവറാൾ ലെന്ത് 364 മീറ്റർ ലെന്തുള്ള ഷിപ്പ് തന്നെയാണ്. ബർത്ത് 51 മീറ്ററും ഡെപ്ത് ആവട്ടെ 29.9 മീറ്റർ, മാക്സിമം ഡ്രാഫ്റ്റ് 16 മീറ്റർ ഡ്രാഫ്റ്റുള്ള ഷിപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 14.something ഡ്രാഫ്റ്റാണ്. ഏതാണ്ട് 15,600 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള MSC റോസ് ഒരു വലിയൊരു മദർഷിപ്പാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഷിപ്പിൻ്റെ ഡീറ്റെയിൽ അറിയേണ്ട ഷിപ്പ് ഏത് പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അവസാനമായി കയറിയ പോർട്ടാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ആ ഡീറ്റെയിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് അവസാനമായി കയറിയ പോർട്ടാണെങ്കിൽ സിംഗപ്പൂരിലെ പോർട്ടാണ്. നമ്മൾ ഈ കാണുന്ന സിംഗപ്പൂരിലെ പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക്
ഈ പറയുന്ന MSC റോസ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഡേറ്റ് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, 19 തീയതി വിഴിഞ്ഞം പോർട്ടിലെത്തും. ഇനി വിഴിഞ്ഞം പോർട്ടിൽ വന്നതിന് ശേഷം ഈ ഷിപ്പ് വേറെ ഏത് പോർട്ടിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് ഷെഡ്യൂൾ പ്രകാരം നോക്കാം. കൊളംബോ പോർട്ട് തന്നെയാണ് 21/9/2024 6 AM കൊളംബോ ഇൻ്റർനാഷണൽ സീ പോർട്ടിലേക്കാണ് നമ്മുടെ MSC റോസ് പോകുന്നത്. അപ്പോൾ ഏത് പോർട്ടിൽ നിന്നും വരുന്നതും നമുക്ക് അറിയാൻ സാധിച്ചു, നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും ഏത് പോർട്ടിലേക്കാണ് തിരിച്ചു പോകുന്നതും എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. അതുമാത്രമല്ല, ഈ ഷെഡ്യൂളിൽ എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു ഷിപ്പിലേക്ക് പോകാം. അടുത്ത ഷിപ്പായ, അതായത് മൂന്നാമത് ഷിപ്പായ MSC അന്നയുടെ കറക്റ്റ് സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. ഇപ്പോൾ MSC അന്ന ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അബുദാബി ജബലലി പോർട്ടിലാണ് MSC അന്ന ഇപ്പോൾ നിലവിലുള്ളത്. ഈ കപ്പലിൻ്റെ ഡീറ്റെയിൽ എടുക്കാൻ കാരണം നമുക്ക് ഈ കപ്പലിൻ്റെ ഷെഡ്യൂൾ നോക്കാം. ഷെഡ്യൂൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് നിലവിൽ 15/9/2024, അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 1:47 ജബലലി പോർട്ടിലുണ്ട് നിലവിൽ. അത് ശരിയാണ്, ജബലലി പോർട്ട് ബർത്തിലാണ്. ഇനി അടുത്ത് 21/9/2024 11:43 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിലേക്ക് എത്തും എന്നാണ് നമുക്ക് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ ഷെഡ്യൂളിൽ ചിലപ്പോൾ ചേഞ്ച് വരാം, എന്നാലും നിലവിലെ ഷെഡ്യൂൾ പ്രകാരം വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിലേക്ക് ഷിപ്പ് വരുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. IMO നമ്പർ 9777-204, ഫ്ലാഗ് ലൈബീരിയ. അതുമാത്രമല്ല, ഷിപ്പ് ബിൽഡ് ചെയ്ത് നമുക്ക് നോക്കാം. 21/12/2016 ഷിപ്പാണ്. ഓവറോൾ ലെന്ത് 399.98, അതായത് 400 മീറ്റർ ലെന്തുള്ള ഷിപ്പ് തന്നെയാണ്. നിലവിൽ ഷിപ്പിൻ്റെ ബീം ആവട്ടെ 58.6, മാക്സിമം ഡെപ്ത് 30.5, മാക്സിമം ഡ്രാഫ്റ്റ് 17.44, മാക്സിമം സ്പീഡ് 24 നോട്ടിക്കൽ മൈൽ സ്പീഡ്, മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 19,368 TEV. അതായത് നമ്മുടെ ഓണക്കാലത്ത് വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിന് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഓണ സമ്മാനമായ MSC ക്ലൗഡ് ജെറാഡറ്റിനെക്കാട്ടിയും കുറച്ച് കണ്ടെയ്നർ കപ്പാസിറ്റി കുറവുള്ള ഷിപ്പാണ് MSC അന്ന. അതായത് ഇനി അടുത്ത് വരാൻ പോകുന്ന കപ്പലുകളെല്ലാം ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിനോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അത്രയേറെ കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള കപ്പലുകളാണ്. അതിനോട് തന്നെ താരതമ്യം പറ്റുന്ന ഒരു കപ്പൽ തന്നെയാണ് ഈ MSC അന്ന വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് വരുന്നത്. അടുത്ത ഷിപ്പ് നമുക്ക് നോക്കാം, സിസിലിയയുടെ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് നോക്കാം ഇപ്പോൾ എവിടെയാണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അബുദാബി പോർട്ടിലാണ് സിസിലിയ ഉള്ളത്. നിലവിൽ നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് ഷിപ്പ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഷെഡ്യൂൾ നോക്കിയാൽ മതി. 14-ാം തീയതി കൊളംബോ പോർട്ട്, 17-ാം തീയതി അബുദാബി പോർട്ട്, 24-ാം തീയതി കൊളംബോ പോർട്ട്, 26 ടുട്ടിക്കൺ പോർട്ട്, 28/9/2024 2 AM വിഴിഞ്ഞം ട്രാൻസ്പോർട്ടാണ്. അത് കഴിഞ്ഞ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത് 16/10/2024 വിഴിഞ്ഞം പോർട്ടിലേക്ക് രണ്ടാമതും വരുന്നുണ്ട്. മൂന്നാമത് 4/11/2024 6 AM വിഴിഞ്ഞം പോർട്ടിൽ വരുന്ന മൂന്ന് പ്രാവശ്യം വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് സിസിലിയ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സിസിലിയയുടെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. IMO നമ്പർ 9430-935, ഓഫീഷ്യൽ ഫ്ലാഗ് പോർച്ചുഗലാണ്. ഷിപ്പിൻ്റെ ഓവറോൾ ലെന്ത് 179.7 മീറ്റർ, ബർത്ത് 27.6, മാക്സിമം ഡെപ്ത് ഏതാണ്ട് 15.9, മാക്സിമം ഡ്രാഫ്റ്റ് 10.7, മാക്സിമം സ്പീഡ് 20.5 നോട്ടിക്കൽ മൈൽ സ്പീഡ്, മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 1795 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള ഫീഡർ വെസലാണ് സിസിലിയ. അപ്പോൾ സിസിലിയ എത്തുന്നത് നമുക്ക് ആദ്യമായിട്ട് വിഴിഞ്ഞം പോർട്ടിലെത്തുന്നത് നമുക്ക് നോക്കാം. 28/9/2024 എത്തുന്ന ഷിപ്പാണ് സിസിലിയ. ഇനി നമുക്ക് അടുത്ത് ഏത് ഷിപ്പാണ് നമുക്ക് നോക്കാം. അടുത്ത ഷിപ്പ് MSC തബിഷയാണ്. MSC തബിഷയുടെ കറണ്ട് സ്റ്റാറ്റസിലേക്ക് പോകും. ഷിപ്പ് ഇപ്പോൾ എവിടെ ഉള്ളതെന്നാണ് നമുക്കറിയേണ്ടത്. ഷിപ്പ് ഇപ്പോൾ നിലവിലുള്ളത് മുംബൈയിലാണുള്ളത്, നമുക്ക് കാണാൻ സാധിക്കും ഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ്. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ സ്റ്റാറ്റസ് സ്റ്റോപ്പ്ഡാണ്. നിലവിൽ JNBTയിലേക്കാണ് ഷിപ്പ് കയറേണ്ടത്. എക്സ്പെക്റ്റിംഗ് ടൈം 15/9/2024 5 PM ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് 13.6 മീറ്ററാണ്. ഷിപ്പ് ഇപ്പോൾ ഇവിടെ പുറത്ത് ആങ്കറിങ് തന്നെയാണ്. നമുക്ക് വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് എന്നാണ് ഷിപ്പ് വരുന്നത് എന്ന് ചോദിച്ചാൽ 18/9/2024 6 AM കൂടി വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് ഈ ഷിപ്പ് വരുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. IMO നമ്പർ 9189-366, ഫ്ലാഗ് ലൈബീരിയ. ഷിപ്പ് നിർമ്മിച്ചത് 21/9/2000 ഷിപ്പ് നിർമ്മിച്ചത്. അതുമാത്രമല്ല, ഓവറോൾ ലെന്ത് 278 മീറ്റർ, ബെർത്ത് 40 മീറ്റർ, മാക്സിമം ഡെപ്ത് 24.3, മാക്സിമം ഡ്രാഫ്റ്റ് 14 മീറ്ററും, മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 5468 TEU ആണ്. നമുക്ക് MSC തവസിയുടെ ഡീറ്റെയിൽ അറിയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ MSC ക്യാപ് ടൗൺ
3 എന്ന് പറയുന്ന ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ഷിപ്പ് ഇപ്പോൾ കറണ്ടായിട്ട് എവിടെ ഉള്ളത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഏത് പോർട്ടിലേക്കാണ് പോകുന്നതും എന്ന് നമുക്ക് നോക്കാം. ഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഷിപ്പ് ഇപ്പോൾ നിലവിൽ കൊച്ചിക്ക് പേരലായിട്ട് നമുക്ക് ഷിപ്പ് നിൽക്കുന്ന കാണാൻ സാധിക്കും. അതായത് കേരളത്തിലെ കൊച്ചിക്ക് പേരലായിട്ട് ഷിപ്പ് എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല ഷിപ്പ് ഇനി അടുത്ത് പോകുന്ന പോർട്ട് നമുക്ക് നോക്കാം. കൊളംബോ പോർട്ടിലേക്കാണ് 16/9/2024 3 PM നമ്മുടെ ഈ പറഞ്ഞ കൊളംബോ പോർട്ടിലെത്തും. 18/9/2024 12:30 വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലെത്തും എന്ന് തന്നെയാണ് നമുക്ക് ഷെഡ്യൂളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ ഒരേ ഡേറ്റിൽ ഷിപ്പുകൾ വരുന്നപ്പോൾ റീഷെഡ്യൂളായി മാറും. ആ ഡീറ്റെയിലും തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാറുന്ന ഷിപ്പിൻ്റെ മാറുന്ന ഷെഡ്യൂളിലും മാറുന്ന ടൈമും തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. IMN നമ്പർ 93111737, ഫ്ലാഗ് പോർച്ചുഗൽ. അതുമാത്രമല്ല ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 12/9/2006 ഷിപ്പാണ്. ഷിപ്പിൻ്റെ ഓവറോൾ ലെന്ത് 222.2 മീറ്ററും ബെർത്ത് 30 മീറ്റർ, മാക്സിമം ഡെപ്ത് 16.8 മീറ്റർ, മാക്സിമം ഡ്രാഫ്റ്റ് 12 മീറ്റർ, മാക്സിമം സ്പീഡ് 24 നോട്ടിക്കൽ മൈൽ സ്പീഡും, മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 2828 TEU. ഇതൊരു ഫീഡർ ബസ്സിലാണ്. അതായത് ഇതിലേതെങ്കിലും മാറ്റം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് നൽകുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.